ഇവിടെ കാട്ടുപോത്ത്, കരടി, മാനും. ഇതിന് ഉൾക്കാഴ്ച അടിപൊളിയാട്ടോ. ഈ ഒരു വരവ് സൂപ്പർ ആയിരുന്നു കേട്ടോ. കരടി, കാട്ടുപോത്ത് എല്ലാ സാധനവും ഉണ്ട്. പുള്ളി പറഞ്ഞേക്കുന്ന പുതുക്കെ സംസാരിക്കാതെ പോണെന്നാ. ഇനിയാണ് കാഴ്ചകള്. ഒന്ന് വന്നേ. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അവിടെ തന്നെ എന്ത് രസം. ഇവിടെ സന്ദർശേട്ടാ നമസ്കാരം. നമസ്കാരം. എവിടെയാണ്? നമ്മള് പരുന്തുംപാറയിലാണ്. അടിപൊളി റിസോർട്ട്. ഇതൊരു കാടിനകത്ത് ഒരു വീടേ ഉള്ളൂ, ചുറ്റും മലകള് മാത്രമാണ്. നമ്മൾ നടന്നു വരുന്നത് എന്താന്ന് നോക്കി, ഒരു ബ്രിഡ്ജാണ്. ഗംഭീര സംഭവം. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, അരുവിയുണ്ട് താഴത്ത്. നമ്മൾ ഇന്നൊരു യാത്ര പോകുന്നുണ്ട്. ഇതിന്റെ ചുറ്റും കാടാണ്. ഈ വനത്തിൽ കയറാൻ പോവുക. ഈ വനത്തിൽ കയറാൻ പോകുന്ന പറഞ്ഞാൽ ഞങ്ങള് ഫുഡൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇവര് പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്കുള്ള ഫുഡുകളെല്ലാം അവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് തരാൻ. വയറ് കാലിയാണ്, നമുക്ക് നോക്കാം. അതാണ് കാണേണ്ടത്. നമുക്ക് അതിനു മുമ്പ് ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? എന്റെ തങ്കു. ഓക്കെ. അടിപൊളിയായിരുന്നു. ഒരു സൗണ്ട് പോലും ഇല്ല. നമ്മളെ അരുവിയുടെ സൗണ്ടും ചീവീടിന്റെ സൗണ്ടും മാത്രം. അപ്പൊ ഇവിടെ ഈ സ്ഥലം കറക്റ്റ് ഇത് നമ്മള് പരുന്തുംപാറയാണ്. പ്രോപ്പർ പരുന്തുംപാറയാണ്. നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്താണ്, നടന്നു കയറുന്ന ദൂരമുള്ളൂ പരുന്തുംപാറ. ആ കാണുന്ന മല എന്ന് പറഞ്ഞാൽ പരുന്തുംപാറയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല ഇത് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊരു കാടും മലയും എല്ലാം കൂടെ കൂടിയ ഒരു സ്ഥലമാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പ് കയറുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറിയ ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വയറ് നിറച്ച് നമുക്ക് പോവാം. നമ്മുടെ ഈ വാക്കത്തിയൊക്കെ ഇതിനെല്ലാം ഉപയോഗമുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഇതെല്ലാം നമുക്ക് കാണാം. ആ കാണുന്ന മല കയറി നമ്മൾ അപ്പുറത്തേക്ക് പോകും. അവിടാണ് കാഴ്ചകള് എല്ലാം കാണാം. പോകുന്ന വഴി അടിപൊളി. വാറ്റുപുല്ല് അല്ലയോ? അതെ. ഈ പുല്ലിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഈ പുല്ലാണ് നമ്മള് വാറ്റുപുല്ല്, പുൽത്തൈലം ഒക്കെ എടുക്കുന്ന സാധനമാണ്. ഇതാ വാറ്റുപുല്ലയോ? തൊട്ടൊന്ന് മണം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നല്ല മണം. അതാണ്. പിന്നെ അതെ, ഇതെല്ലാം നെല്ലിമരമാണ്. അങ്ങോട്ടെല്ലാം നെല്ലിമരമാണ്. ഇപ്പൊ സീസൺ അല്ല, കുറച്ച് കഴിയുമ്പം ഇത് കായ ഉണ്ടാവും. അപ്പം നമുക്ക് ഗസ്റ്റിനൊക്കെ ഇതൊക്കെ കൊടുത്താണ് നമ്മള് എല്ലാരും ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഓരോ പ്രാവശ്യം വരുമ്പോഴും. അതെ. ഇങ്ങനെയാ പോന്നേ. ഇറങ്ങി വാ, നോക്കി ഇറങ്ങിയാ മതി. കല്ലൊക്കെ ഇങ്ങോട്ട് വാ. ഇതിന് ഉൾക്കാഴ്ച അടിപൊളിയാട്ടോ. ഈ ഒരു വരവ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടല്ലോ, മഴ സമയത്തുണ്ടല്ലോ നല്ല കണ്ണീര് പോലത്തെ വെള്ളം വരുന്നേ. ഫുള്ള് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അയ്യോ, നല്ല രസമാണ്. ഗസ്റ്റിനൊക്കെ എന്നാലും ഇതിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര താല്പര്യം കാണിക്കും. പ്രജന ഇതേണ്ടോ, ഈ രണ്ട് സൈഡിലെ പുല്ലെന്ന് പറഞ്ഞത് ഒരാളുടെ ഹൈറ്റിലേക്കാ. ഇതെല്ലാം വകഞ്ഞു മാറ്റിയാ പോന്നെ. ഇത് കണ്ടോ, ഇവിടെ ഇത് ഈ സ്ഥലം കണ്ടോ, ഇത്ര സ്ഥലം ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടോ? എന്താ വെച്ചാൽ ഇത് ഒന്നെങ്കിൽ നീയോ കാട്ടുപോത്തോ എന്തെങ്കിലും സാധനം ഇവിടെ കിടന്നിട്ടുണ്ട്. അത് അങ്ങനെ കിടന്നേക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ മടങ്ങി കിടക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, നമ്മുടെ അനക്കം കേട്ട് കഴിഞ്ഞാൽ വരത്തില്ല. രണ്ടാമെന്ന് വെച്ചാൽ നമ്മുടെ റിസോർട്ടിന് അങ്ങോട്ടൊന്നും കാണത്തില്ല കേട്ടോ. ഇത്രയും ദൂരം നടന്നുകൊണ്ടാ. അതെ. ഇവിടെ വേറെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ കാട്ടുപോത്ത്, കരടി, മാനും അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അകത്തോട്ട് പോകുന്നതോറും പിന്നെ ആന അങ്ങനെ സാധനങ്ങളെല്ലാം വരും. പോക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അയ്യോ പ്രജന, ഇപ്പൊ തന്നെ നോക്കി, അങ്ങോട്ടും നോക്കിയേ. ഇതുപോലെ കാടിനകത്തൂടെ അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. താഴോട്ട് നോക്കിയേ. കൊക്കയാണ് കേട്ടോ, ഭയങ്കര കൊക്കയാണ്. ചുറ്റും മല, അങ്ങോട്ട് എവിടെ നോക്കിയാലും വ്യൂ ആണ്. ഭയങ്കര രസം കേട്ടോ, ഭയങ്കര രസമാണ്. പിന്നെ ചുറ്റും ഈ ഒരു പുല്ല, ഇതിന്റെ മണം അടിപൊളി. വാറ്റുപുല്ല് ഇവിടെ മൊത്തം കുത്തിയിട്ടേക്കുമല്ലേ. ഇത് കണ്ടോ, കുത്തിയിട്ടേക്കുന്ന പാട്. അതിലേക്കൂടെ നമ്മള് പോകുന്നത്. കരടി, കാട്ടുപോത്ത് എല്ലാ സാധനവും ഉണ്ട്. പുള്ളി പറഞ്ഞേക്കുന്ന പുതുക്കെ സംസാരിക്കാതെ പോണെന്നാ. ഓക്കെ പയ്യങ്ങ് പോവാം. ഇവിടെ എല്ലാം മൃഗത്തിന്റെ കാൽപ്പാടുകളെ കണ്ടോ, എല്ലാം ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ മൃഗങ്ങളുടെ ആണ്. അതാ മൊത്തം കാൽപ്പാടുകളാ. ഇനിയാണ് കാഴ്ചകള്. ഒന്ന് വന്നേ. ഇങ്ങോട്ടൊക്കെ നോക്കി, എന്ത് ഭംഗിയല്ലേ. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുക, നിങ്ങൾ ഇവിടെ വന്നാൽ ഒരു രക്ഷയില്ല. ഈ കാഴ്ച കണ്ടാൽ ഈ ഒരു ഒറ്റ സീൻ മാത്രം മതി. വാ ചേട്ടാ, ആ കാണുന്ന സംഭവം എന്ന് പറയുന്നത്, ആ കാണുന്നതാണ് നമ്മൾ മോളിൽ നിന്ന് പറഞ്ഞ ടാഹൂർ ഹെഡ്, പരുന്തുംപാറയിലെ ടാഹൂർ ഹെഡ് എന്ന് പറയുന്നില്ലേ, ശരിക്കും അതല്ല. ഇത് ശരിക്കും ഒരു ഈഗിളിന്റെ ഷേപ്പ്. നിങ്ങൾക്ക് കണ്ട കറക്റ്റ് ആയിട്ട് മനസ്സിലാണെന്ന് നോക്കിയാൽ ഈഗിളിന്റെ ഹെഡും താഴെ കാലെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെ വരെ ഒരു ചിറക്, അപ്പുറത്തൊരു ചിറക്. ഇത് ഒരു ഡ്രോണൊക്കെ വെച്ച് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇല്ല മല. അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടോ ഒരു ആനയുടെ ഷേപ്പ് കാണുന്നുണ്ടോ? ആനയുടെ പുറം തൊട്ടടുത്ത് അപ്പുറത്ത് ഒരു ആന നിൽക്കുന്ന പോലെ കാണുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ നേരെ തൊട്ടപ്പുറത്ത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ശബരിമല ഇവിടുന്ന് അടുത്താണ്. ഈ മലകളുടെ തൊട്ട് ഒരു അപ്പുറത്തൊരു 6-7 മല കഴിഞ്ഞ് കഴിഞ്ഞാല് ശബരിമലയാണ്. ഈ മലയുടെ അപ്പുറത്താണ് ശബരിമല എന്ന് പറയുന്നല്ലോ. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു 6 മലയെ കാണുന്നത്, പക്ഷെ ഇത് 12 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ശബരിമല. ശരിക്കും നമ്മൾ ഈ ശബരിമല ഇത് പരുന്തുംപാറ ടോപ്പാണിത്. ഇതിന്റെ അവിടെ നിന്ന് നമുക്ക് ശരിക്കും മകരവിളക്ക് കാണാൻ പറ്റും. ഇതിന്റെ താഴെ ഭയങ്കര കൊക്കയാണ്. താഴോട്ട് നോക്കിയേ, കൊക്കയെന്ന് പറഞ്ഞാൽ നോക്കിയേ, ആനയും ഇവിടെ ഉണ്ട്.
കാറ്റ് ഒരു രക്ഷയില്ല, നല്ല കാറ്റും തണുപ്പും. നമ്മൾ ഇത്ര നേരം അടിപൊളി കേട്ടോ, നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്. അതിട്ടോ പരുന്തുംപാറ വന്നു കഴിഞ്ഞാൽ അല്ലേ ഒരു രക്ഷയില്ല. മൗണ്ടൻ ഡ്യൂ എന്ന് പറഞ്ഞ റിസോർട്ട് നോക്കിയാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, പരുന്തുംപാറയിൽ കുറെ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളും അറിയാം. ഇപ്പൊ സൂര്യൻ അസ്തമിക്കാൻ പോകണം, അവിടെ തന്നെ എന്ത് രസമാണ്. ഇവിടെ നമ്മളെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന് ഇപ്പൊ രാവിലത്തെ ഒരു കാഴ്ച വേറെ, ഉച്ചയ്ക്ക് ഒരു കാഴ്ച വേറെ, വൈകുന്നേരം ഒരു കാഴ്ച വേറെ, പല കാഴ്ചകളാണ്. ചിലപ്പോ നാളത്തെ ഇതിനും വേറൊരു രീതിയായിരിക്കും.